ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. 2 തിമോഥെയോസിന്റെ ലേഖനം 3-ാം അധ്യായം 16-ാം വാക്യം. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസികമാകയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളത് ആകുന്നു. ദൈവത്തിൻ്റെ വചനമാകുന്ന ശ്വാസം ചെയ്യുന്ന 5 കാര്യങ്ങൾ, 5 കാര്യങ്ങളെക്കുറിച്ചും പ്രധാനമായും 4 വിധങ്ങളിൽ വചനം നമ്മെ സഹായിക്കുന്നതിനെ സംബന്ധിച്ചുമുള്ളൊരു പഠനമാണ് ഈ സന്ദേശത്തിൽ ഉൾക്കൊണ്ടിട്ടുള്ളത്. നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മനോഹര സമയം ദൈവവചനത്തിന് മുമ്പിൽ ഇത് വിചിന്തനം ചെയ്യുവാനും വ്യാഖ്യാനിപ്പാനും ദൈവം കൃപ നൽകണമേ. കേൾവിക്കാരിൽ ആത്മീയ വർധനവിനും ഉത്സാഹത്തിനും അങ്ങയുടെ വരവിനെ നോക്കി പാർപ്പാൻ പ്രത്യാശ വർദ്ധിക്കുന്നതിനും കാരണമാക്കണമേ. അങ്ങയുടെ വചനം ഞങ്ങൾക്ക് ധ്യാനിപ്പാനുള്ളതാണ്, ഇത് ആനന്ദം തരുന്നതാണ്, ഞങ്ങളെ ഉത്സാഹിപ്പിക്കുന്നതാണ്. അപ്പോൾ തന്നെ 107-ാം സങ്കീർത്തനം 20-ാം വാക്യം പറയുന്നു, വേഗത്തിൽ ഈ വചനം ഓടും, ഇത് രോഗികളെ സൗഖ്യമാക്കും, രോഗം നിമിത്തമുള്ള കുഴികളിൽ നിന്ന് അവരെ കയറ്റുകയും ചെയ്യും. ഈ വചനം എത്ര ദൂരത്താണെങ്കിലും ഈ കേൾവിക്കാരിൽ അനുഗ്രഹവും വിടുതലും ഉണ്ടാക്കത്തക്ക നിലയിൽ യേശുവിൻ്റെ നാമത്തിൽ ഇത് വേഗത്തിൽ ഓടിച്ചെന്ന് സ്പർശിക്കേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. രോഗനിമിത്തമുള്ള എല്ലാ കോൺസിക്വൻസും കുഴികളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. എല്ലാ മഹത്വം അങ്ങേക്ക് തരുന്നു, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. 2 തിമോഥെയോസിന്റെ ലേഖനം 3-ാം അധ്യായത്തിൽ നിന്ന് നാം വായിച്ചത്, എല്ലാ തിരുവെഴുത്തും ദൈവശാസ്ത്രീകമാകയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിനും. ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് പൗലോസ് ലീഗ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ദൈവശാസ്ത്രീകം എന്നുള്ള മലയാളത്തിന് ദൈവം ഉച്ഛ്വസിച്ചത് എന്ന അർത്ഥം വേണമെങ്കിൽ നമുക്ക് കൊടുക്കുവാൻ കഴിയും. നമ്മൾ ജനിച്ച സമയം മുതൽ അകത്തോട്ടെടുത്ത നമ്മുടെ ജീവശ്വാസം നാം അത് പുറത്തേക്കും വിടുന്നുണ്ട്. ഏദൻ തോട്ടത്തിൽ വലിയ ശില്പിയായ ദൈവം 5 ദിവസങ്ങൾ കൊണ്ട് മറ്റെല്ലാ സൃഷ്ടിജാലങ്ങളെയും വാക്കിനാൽ ഉളവാക്കിയതിന് ശേഷം 6-ാം ദിവസം മനുഷ്യനെ തൻ്റെ കരങ്ങൾ കൊണ്ട് മെനയുകയുണ്ടായി. ഭൂമിയിൽ നിന്ന് പൊടിയെടുത്ത് പൊടിയിൽ നിന്നാണ് ദൈവം മനുഷ്യനെ അത്തരത്തിൽ നിർമ്മിച്ചത്. തുടർന്ന് ദൈവം ആദമിൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി എന്ന വചനത്തിൽ നാം കാണും. അന്നു മുതൽ മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ഇതേപോലെ തന്നെ കിടുന്ന ബീജത്താലല്ല, കിടാത്തതും ദൈവസ്ഥനും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ വീണ്ടും ജനിച്ച ഒരു ദൈവവേദനെ സംബന്ധിച്ച് പാപസംബന്ധമായി മരിച്ചു കിടന്ന നമ്മുടെ അകത്തെ മനുഷ്യനിൽ ആത്മാവിൽ ദൈവവചനത്തിൻ്റെ ശ്വാസത്തിൻ്റെ ഊത്ത് സംഭവിച്ചപ്പോഴാണ് നാം വീണ്ടും ജനനം പ്രാപിച്ചത്. നാം ജനിച്ച സമയത്തൊരിക്കൽ ബ്രീത്തിങ്, ശ്വാസോച്ഛ്വാസം തുടങ്ങി, പക്ഷേ അതൊരിക്കലായിട്ട് ചെയ്ത് നിന്നുപോയില്ല, അതിന്നും തുടരുന്നു എന്നുള്ളതുപോലെ ഊണിലും ഉറക്കത്തിലും നാം ഏത് ജോലി ചെയ്താലും ആരും പറഞ്ഞില്ലെങ്കിലും ഉത്സാഹിപ്പിച്ചില്ലെങ്കിലും നാം അത് മറക്കാതെ ചെയ്യുന്നത് പോലെ 2 തിമോഥെയോസ് 3:16 പൗലോസ് പറയുകയാണ്, എല്ലാ തിരുവെഴുത്തും ദൈവത്തിൻ്റെ ശ്വാസമാണ്, അത് ദൈനംദിന ജീവിതത്തിൽ 24/7 നാം ആഗിരണം ചെയ്യുകയും പുറത്തേക്ക് അതിനെ വിടുകയും ചെയ്യണം. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 4-ാം വാക്യം വചനം പറയുന്നു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കണം. പ്രധാനമായും ദൈവവചനത്തെ സംബന്ധിച്ച് 4 വിധങ്ങളിൽ വചനം പ്രയോജനമുള്ളതായി തീരുന്നു എന്നാണ് പൗലോസിൻ്റെ ലേഖനങ്ങളിൽ നമ്മെ പ്രബോധിപ്പിക്കുന്നത്. എന്തൊക്കെയാണത്? 1 ദൈവത്തെക്കുറിച്ച്, 2 യേശു കർത്താവിനെക്കുറിച്ച്, 3 മനുഷ്യനെക്കുറിച്ച്, 4 മനുഷ്യൻ്റെ രക്ഷയെ സംബന്ധിച്ച്. മാത്രമല്ല പുതിയ നിയമ തളുകളിൽ വിശേഷ ലേഖനങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ ദുരുപദേശങ്ങളെയും പാപങ്ങളെയും ശാസിക്കുകയും തെറ്റായ പാതയിലേക്ക് വഴുതിപ്പോകുന്നവരെ തിരുത്തുകയും വല്ലാതെ അനീതി കൊണ്ട് നിറഞ്ഞ ഈ ലോകത്തിൽ നീതിയോടെ നടക്കാൻ ഒരു ദൈവവൈതലിനെ പ്രബോധിപ്പിക്കുകയും ചെയ്യുന്ന അനുഗ്രഹ വചസ്സുകളാണ് ദൈവവചനത്തിൻ്റെ താളുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ
2 തിമോഥെയോസ് 3:16 പൗലോസ് പറയുകയാണ്, എല്ലാ തിരുവെഴുത്തും ദൈവം ഉച്ഛസിച്ചതാണ്. പ്രവചനം ഒരിക്കലും മനുഷ്യൻ്റെ ഇഷ്ടത്താൽ വന്നതല്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വിശുദ്ധന്മാരുടെ ഉള്ളിൽ നിയോഗം നൽകിയിട്ട് പരിശുദ്ധാത്മാവിൽ അവർ സംസാരിക്കുകയും എഴുതുകയും ചെയ്ത ദൈവത്തിൻ്റെ ശബ്ദമാണ് ദൈവത്തിൻ്റെ വചനം. ഈ തിരുവെഴുത്ത് ദൈവത്തിൻ്റെ ശ്വാസമാകയാൽ പൗലോസ് പറയുകയാണ്, ദൈവത്തിൻ്റെ മനുഷ്യൻ, ദൈവവൈതലനെ സംബന്ധിച്ച് എല്ലാവർക്കും ഇത് ആപ്ലിക്കബിൾ അല്ല. ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിലഭ്യാസത്തിനും പ്രയോജനമുള്ളതാണ്. വചനമാകുന്ന ശ്വാസം ചെയ്യുന്ന പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ ഈ വചനത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. 1, ഈ വചനം നമ്മെ തികഞ്ഞവരാക്കുന്ന വചനമാണ്. 2, ഈ വചനം നമ്മെ ഉപദേശിച്ച് വഴി നടത്തുന്ന വചനമാണ്. 3, ഈ വചനം നമ്മെ ശാസിക്കുന്ന വചനമാണ്. 4, ഈ വചനം നമ്മെ ഗുണീകരിക്കുന്ന വചനമാണ്. 5, ഈ വചനം നമ്മെ നീതിയിലേക്ക് അഭ്യസിപ്പിക്കുന്ന വചനമാണ്. ഈ വിഷയങ്ങളെല്ലാം സംബന്ധിച്ച് വളരെ വിശാലമായ പഠനം നടത്തേണ്ട ആവശ്യം തന്നെയുണ്ട്. കാരണം പാപമംഗലമായ, അനീതി നിറഞ്ഞിരിക്കുന്ന, അഴിമതി നിറഞ്ഞിരിക്കുന്ന വിവിധ മേഖലയിൽ ജനം നിരാശയിലേക്ക് നയിക്കത്തക്ക നിലയിൽ ഉച്ച മുതൽ ഉള്ളംകാൽ വരെ വല്ലാത്ത പാപരോഗത്താൽ ബാധിക്കപ്പെട്ട ഈ സമൂഹത്തിൻ്റെ നടുവിൽ നമ്മെ തികഞ്ഞവരാക്കുകയും ഉപദേശിക്കുകയും ശാസിക്കുകയും ഗുണീകരിക്കുകയും നീതിയിലെ അഭ്യാസത്തിലേക്ക് കരം പിടിച്ച് നടത്തുകയും ചെയ്യുന്ന ഈ നല്ല വചനം രാവും പകലും നമ്മോടുകൂടെ വസിക്കുന്ന ദൈവം തന്നെയാണ്. സങ്കീർത്തനം പറയുന്നു, ദൈവത്തിൻ്റെ വചനം എൻ്റെ പാതയ്ക്ക് പ്രകാശവും എൻ്റെ കാലിന് ദീപവുമാണ്. അത് നിരന്തരം എന്നെ ഉപദേശിച്ച് വഴി നടത്തുന്നതാണ്. അത് ദൈവം പോലെ എൻ്റെ കൂടെ എപ്പോഴും ഉള്ളതാണ്. വചനമാകുന്ന ശ്വാസം ചെയ്യുന്ന 5 കാര്യങ്ങളിൽ 1-ാമത്തെ കാര്യം, സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് നമ്മെ തികഞ്ഞവരാക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 10-ാം വാക്യം വചനം പറയുന്നു, നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകും. 2 കൊരിന്ത്യർ ലേഖനം 9-ാം അധ്യായം 8-ാം വാക്യം, നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ് നിങ്ങളിൽ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തൻ ആകും. എബ്രായ ലേഖനം 10-ാം അധ്യായം 24-ാം വാക്യം വചനം പറയുന്നു, ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവർത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിപ്പാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുക. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 9-ാം അധ്യായം 36-ാം വാക്യം ദൈവവചനം പറയുന്നു, യോപ്പയിൽ പേടമാൻ എന്നർത്ഥമുള്ള തബീത എന്ന ഒരു ശിഷ്യയുണ്ടായിരുന്നു. അവൾ വളരെ സൽപ്രവർത്തികളും ധർമ്മങ്ങളും ചെയ്തു പോന്നവളായിരുന്നു. തിത്തോസിൻ്റെ ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യം ദൈവവചനം പറയുന്നു, വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും കീഴടങ്ങി അനുസരിപ്പാനും സകല സൽപ്രവർത്തിക്കും ഒരുങ്ങിയിരിപ്പാനും ആരെക്കൊണ്ടും ദൂഷണം പറയാതെയും കലഹിക്കാതെയും ശാന്തന്മാരായി സകല മനുഷ്യരോടും പൂർണ്ണ സൗമ്യത കാണിപ്പാനും അവരെ ഓർമ്മപ്പെടുത്തുക. തിത്തോസിൻ്റെ ലേഖനം തന്നെ 3-ാം അധ്യായം 14-ാം വാക്യം സൽപ്രവർത്തികൾക്ക് മുൻപന്മാരായിരിക്കാൻ പഠിക്കട്ടെ എന്ന് പൗലോസിലൂടെ തീത്തോസിന് ആഹ്വാനം ലഭിക്കുകയാണ്. എഫേസ്യ ലേഖനം 2:10 നാം ആദ്യം ഇതുമായി ബന്ധപ്പെട്ട് വായിച്ച വചനം അവിടെ പറയുന്നു, നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. നാം രക്ഷിക്കപ്പെട്ടവരാണ്, സ്നാനമേറ്റവരാകാം. വീണ്ടും ജന അനുഭവം ദൈനംദിന ജീവിതത്തിൽ അനുഭവവേദ്യമാക്കിയ ഒരു കൂട്ടം ജനമെന്നെ കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളും കൃപാവരങ്ങളും ഉപയോഗിക്കുകയും വിവിധ മേഖലകളിൽ ദൈവരാജ്യത്തിൻ്റെ വിസ്തൃതിക്കായി കർത്താവിൻ്റെ നാമമഹത്വത്തിനായി നാം ഉപയോഗിക്കപ്പെടുകയും ചെയ്യുമ്പോൾ വേദപുസ്തകം വളരെ പ്രധാനമായും പറയുന്ന ഒരു കാര്യമുണ്ട്, സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ നാം സൃഷ്ടിക്കപ്പെട്ടവരാണ്, അവൻ്റെ കൈപ്പണിയായി സൃഷ്ടിക്കപ്പെട്ടവരാണ്. മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സകലത്തിലും പൂർണ്ണ തൃപ്തിയുള്ളവരായി ജീവിക്കേണ്ടതിന് വേദപുസ്തകം നമുക്ക് നൽകുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ഉപദേശമാണ്. അങ്ങനെ ഒരു ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ് നിങ്ങളിൽ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തനാകും. തിത്തോസിന്റെ ലേഖനം ദൈവവചനം പറയുകയാണ്, നാം വായിക്കുകയുണ്ടായി, സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് നമ്മെ ദൈവരാജ്യത്തിൻ്റെ പുത്രന്മാരാക്കി ദൈവം തീർത്തതിന് കാരണമുണ്ട്.
സൽപ്രവർത്തികളിൽ ശുഷ്കാന്തിയുള്ള ദൈവത്തിൻ്റെ ജനമായി ശുദ്ധീകരിക്കേണ്ടതിന് വേണ്ടി യേശു ക്രൂശിൽ തന്നെത്താൻ തൻ്റെ ജീവനെ ഏൽപ്പിച്ചു കൊടുത്തു. ഇബ്രായ ലേഖനം 10:24 വളരെ പ്രധാനപ്പെട്ടതാണ്. ചിലർ ചെയ്യുന്നത് പോലെ നിങ്ങളുടെ സഭായോഗങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കരുത്. തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവൃത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിപ്പാൻ അന്യോന്യം സൂക്ഷിക്കണം. എന്തുകൊണ്ടാണ് നിരന്തരം കൂട്ടങ്ങളിൽ പങ്കെടുക്കേണ്ടത്? ആ കൂട്ടങ്ങളിൽ നമുക്കുള്ള ദൗത്യം എന്താണ്? എന്നിൽ നിക്ഷിപ്തമായൊരു ഉത്തരവാദിത്വം എന്താണ്? പല ഉത്തരവാദിത്വങ്ങളൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ടത്, ഞാൻ തമ്മിൽ പ്രബോധിപ്പിക്കണം, സ്നേഹത്തിനും സൽപ്രവർത്തിക്കും ഉത്സാഹം വർദ്ധിപ്പിപ്പാൻ ഞാൻ ശ്രമിക്കണം. മറ്റൊരാളുടെ പ്രബോധനത്തിൽ എനിക്കും അത് സംഭവിക്കണം. വേദപുസ്തകം രേഖപ്പെടുത്തിയ ചരിത്ര സംഭവങ്ങളിൽ തബീത എന്ന് പറയുന്ന ഒരു സഹോദരിയെക്കുറിച്ച് അപ്പോസ്തല പ്രവർത്തന ചരിത്രം നമ്മെ ഉദ്ബോധിപ്പിക്കുമ്പോൾ അവളുടെ ഏറ്റവും നല്ലൊരു ക്വാളിറ്റി വേദപുസ്തകം പറയുന്നത് അവൾ സൽപ്രവർത്തികളും ധർമ്മങ്ങളും ചെയ്തു പോകുന്ന ഒരു സഹോദരിയായിരുന്നു. ദൈവമക്കളെ, അപ്പോസ്തല പ്രവർത്തന പുസ്തകം 10-ാം അധ്യായത്തിൽ കൊർന്നല്യോസിനെ കുറിച്ച് ദൈവവചനം രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്, പകൽ 9-ാം മണി നേരം ഒരു ദൂതൻ ദർശനത്തിൽ കൊർന്നല്യോസിൻ്റെ അരികിൽ ചെന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, നിന്റെ പ്രാർത്ഥനയും നിന്റെ ദാനധർമ്മങ്ങളും സ്വർഗത്തിലെത്തിയിരിക്കുകയാണ്. ദൈവമക്കളെ, നമ്മെ ദൈവം എന്തിനു വേണ്ടിയാണ് തൻ്റെ കൈപ്പിണിയായി സൽപ്രവൃത്തികൾക്കായി ക്രിസ്തുയേശുവിൽ സൃഷ്ടിച്ചിരിക്കുന്നത്? നമ്മെ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവരാക്കേണ്ടത്. ഇന്ന് ഈ സന്ദേശത്തിന് മുമ്പിൽ പലവിധമായ നല്ല ഗുണങ്ങളും ദൈവമക്കളും ദൈവം നോക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിലും ദൈവം ഈ വചനങ്ങളിലൂടെ നമ്മെ പ്രബോധിപ്പിക്കുന്നത്, ദൈവവചനം നമ്മിൽ ചെയ്യുന്ന പ്രധാനപ്പെട്ട 5 കാര്യങ്ങളിൽ ഒരു കാര്യം, നമ്മെ സൽപ്രവർത്തികൾക്ക് വക പ്രാപിച്ച് തികഞ്ഞവരാക്കാൻ ദൈവത്തിൻ്റെ വചനം ആഗ്രഹിക്കുന്നു. നമ്മെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഈ കാര്യത്തിൽ നാം കുറച്ചും കൂടെ സമൂഹത്തിനും സഭയ്ക്കും നമ്മുടെ പ്രിയരായവർക്കും നമ്മുടെ സ്നേഹിതർക്കും കർത്താവിൻ്റെ നാമമഹത്വത്തിനും ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്കും പ്രയോജനമുള്ളവരായി തീരേണ്ടതിന്, യേശു കർത്താവിൻ്റെ മനസ്സലിവുള്ളവരായി സൽപ്രവർത്തികളിൽ മുതിർന്നു വരേണ്ടതിനായി, സമൂഹത്തിനും നമ്മുടെ ചുറ്റുപാടുകൾക്കും ഒരു അനുഗ്രഹ കാരണമായി തീരേണ്ടതിനായി നമ്മെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച് അനുഗ്രഹിക്കപ്പെട്ട നല്ല വേദവചസ്സുകൾക്കായി ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവത്തെക്കുറിച്ചും യേശു കർത്താവിനെക്കുറിച്ചും മനുഷ്യനെക്കുറിച്ചും മനുഷ്യൻ്റെ രക്ഷയെക്കുറിച്ചും പ്രതിപാദിക്കുന്ന വേദപുസ്തകത്തിൽ വേദവചനം ഞങ്ങളിൽ ചെയ്യുന്ന 5 പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് പഠിപ്പാൻ ഞങ്ങൾക്കിടയായി. അതിൽ സൽപ്രവർത്തികൾക്ക് ഉത്സാഹം വർദ്ധിപ്പിപ്പാൻ തക്കവണ്ണം പരസ്പരം ഉത്സാഹിപ്പിക്കുവാനും പ്രബോധിപ്പിക്കാനും ഞങ്ങളെ സഹായിക്കണമേ. ഒരിക്കൽ കണക്ക് തീർക്കുന്ന നാളിൽ കർത്താവേ, നിൻ്റെ സിംഹാസനത്തിന് മുമ്പിൽ ഞങ്ങൾ ബലത്തോടെ നിൽക്കേണ്ടതിനായി, ഞങ്ങളുടെ കരങ്ങൾക്ക് ബലമുണ്ടാകേണ്ടതിനായി, ലജ്ജിക്കാതെ നിൽക്കേണ്ടതിനായി, സൽപ്രവർത്തികളിൽ മുന്നിട്ട് വരുവാൻ ഞങ്ങൾക്ക് അങ്ങയുടെ കൃപയും അങ്ങയുടെ ശക്തിയും പകരണമേ. സ്ക്രീനിന് മുമ്പിൽ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. ഈ വചനം 100 മേനിയായി ഫലം കൊടുക്കട്ടെ. നിന്റെ നാമത്തെ ഉയർത്തുകയും നിന്റെ രാജ്യം വിസ്തൃതമാകുകയും ചെയ്യട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.